ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ 6 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. റോഡ് ഷോയും വാഹന പ്രചാരണ ജാഥകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും രംഗത്തുണ്ട്. കൊട്ടിക്കലാശത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ക്രമസമാധാനവും കൃത്യമായി പാലിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് നമ്മളുടെ റിപ്പോർട്ടേഴ്സ് ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് വിജിനും സനൂപുമുണ്ട്. വിജിൻ, എവിടെയാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട് കൊട്ടിക്കലാശ ദിവസം ഓരോ മുന്നണികൾക്കും? തന്നെ 27 ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ കിടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പേട്ട വാർഡിലാണ്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാനാർത്ഥികൾ ഉള്ള വാർഡ് കൂടിയാണ് പേട്ട വാർഡ്. 11 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം ഈ ഒരു LDF വിജയിച്ചാൽ കോർപ്പറേഷൻ മേയറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന SP ദീപക്കാണ് ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒരുപാട് തവണ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ DYFയുടെ ജില്ലാ ഭാരവാഹിയൊക്കെയായി പ്രവർത്തിച്ച വലിയ പ്രവർത്തന പരിചയം ഒക്കെ ഉള്ള നേതാവ് കൂടിയാണ് SP ദീപക്. ഇങ്ങനെ SP ദീപകിനെ ജയിപ്പിക്കാനുള്ള അവസാന പ്രവർത്തനങ്ങളുമായി ആണ് ഇപ്പോൾ ഇവിടെ ഒരു വലിയ റോഡ് ഷോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇന്ന് 6 മണിയോടുകൂടി ഈ റോഡ് ഷോ ഇവിടെ നിന്ന് കറങ്ങി പേട്ട ജംഗ്ഷനിലാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുക. ഈ പിറകിലുള്ള സ്ത്രീകളും കുട്ടികളും ഒപ്പം തന്നെ യുവാക്കളും പുരുഷന്മാരും ഒക്കെ അടങ്ങിയ വലിയ ജനാവലി അവർ ബൈക്കുകളിലും സ്കൂട്ടറുകളിലും ഒക്കെയായി മറ്റ് കാറുകളിൽ വാഹനങ്ങളിൽ ഒക്കെയായി ഈ വാർഡിന്റെ പേട്ട വാർഡിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രചാരണവുമായി എത്തും. അവസാന ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് തൊട്ട് മുൻപുള്ള അവസാന ദിവസത്തെ ഏറ്റവും വലിയ ഒരു കാഹളം മുഴക്കി വിജയത്തിന്റെ കാഹളം മുഴക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ്, റോഡ് ഷോയാണ് നടക്കുന്നത്. SP ദീപക് ഉൾപ്പെടെയുള്ളവർ ഇതാ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് വോട്ട് തേടുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ BJP ഒക്കെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ഒക്കെ പൂർണ്ണമായും തള്ളി അവസാന ദിവസം വലിയ ആരവം തീർത്തുള്ള പ്രചാരണത്തിലേക്ക് അവസാന മണിക്കൂറുകളിലേക്കാണ് എന്തായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുന്നത്. LDFന് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വാർഡ് കൂടിയാണ് പേട്ടവാർഡ് എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ കോർപ്പറേഷൻ മേയറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൾ കൂടിയാണ് SP ദീപക് എന്നുള്ളത്. വലിയ തെയ്യക്കോലങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം അണിയിച്ചൊരുക്കി വലിയ ആഘോഷമായി ഈ പേട്ടവാർഡിന്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും എത്തും. ഒപ്പം തന്നെ ഇതിന് സമാനമായ രീതിയിൽ തന്നെ LDFും UDFും BJPയും എല്ലാം വലിയ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി പൂർണ്ണമായും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ അതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുന്നത്. ഇനി ഏകദേശം 2 മണിക്കൂർ ആകുമ്പോഴേക്കും പൂർണ്ണമായും കൊട്ടിക്കലാശം അവസാനിക്കും. അത് ഈ ഓരോ വാർഡുകളുടെയും അതിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിയാണ് അത് കൊട്ടിക്കലാശം അവസാനിപ്പിക്കുക. ഏതായാലും ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ വലിയ ആവേശത്തിലേക്കാണ് ആദ്യഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകളാണ് വിജിൻ കാണിച്ചുകൊണ്ടിരുന്നത്. RD സനൂപ് കൂടി ചേരുന്നുണ്ട്. സനൂപ്, തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. 3 മുന്നണികളും ഒരേ ആവേശത്തിൽ മത്സരിക്കുന്ന ഒരേ ഒരു ജില്ല കൂടിയാണ് അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാടാണുള്ളത്, അത് അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വലിയ താരങ്ങളെ ഇറക്കിയൊക്കെയുള്ള പ്രചാരണമാണ് നടത്തിയിരുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ഒരു പടി മുന്നേ ആദ്യമേ പ്രചാരണം ആരംഭിച്ചതാണ്. അത്തരത്തിൽ വലിയ വീറും വാശിയോടെയുമുള്ള കലാശക്കൊട്ടിലേക്ക് കൂടിയാണ് കടന്നിരിക്കുന്നത്. ആരൊക്കെയാണ് പ്രധാനമായിട്ട് കലാശക്കൊട്ടിനായി എത്തിച്ചേരുന്നത് സ്ഥാനാർത്ഥികൾക്കൊപ്പം? തന്നെ 2 മണിക്കൂറുകൾക്ക് താഴെ മാത്രമാണ് ഇനി ഈ പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മുന്നണികൾ എല്ലാവരും തന്നെ. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് UDF സ്ഥാനാർത്ഥിയുടെയും അതേപോലെ NDA സ്ഥാനാർത്ഥിയുടെയും റോഡ് ഷോ ആരംഭിച്ചത്. അതിനുശേഷം 5 മണിയോടുകൂടി സ്ഥാനാർത്ഥികളും അതേപോലെ അവരുടെ അണിയറ പ്രവർത്തകരും അണികളും എല്ലാം തന്നെ ഈ ഇവിടെ കേന്ദ്രീകരിച്ച് എത്തുന്നതാണ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിലാണ്. ഇവിടെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള BV രാജേഷ് മത്സരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷ BJP അർപ്പിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം
പ്രാബല്യം BJPക്ക് ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 100 വാർഡാണെങ്കിൽ ഇത്തവണ 101 വാർഡുണ്ട്. കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 35 സീറ്റ് BJPക്ക് നേടാനായി പ്രതിപക്ഷത്ത് ഇരിക്കാനും സാധിച്ചു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വെള്ളാർ വാർഡ് അവർക്ക് നഷ്ടപ്പെടുകയും 34 സീറ്റ്, ഇപ്പോൾ നിലവിലുള്ളത് 34 സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിന്റെ എണ്ണം ഉയർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് BJP പ്രചരണ പരിപാടികളായിട്ട് മുമ്പോട്ട് പോയത്. പക്ഷെ അതിനിടയിലാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടുന്ന തരത്തിൽ അവരുടെ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉയർന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് RSS നേതാവ് ആനന്ദ് കെ തമ്പിയുടെയും ആത്മഹത്യ. ഇങ്ങനെ 2 ആത്മഹത്യകൾ BJPയുടെ സാധ്യതകൾക്ക് വലിയ രീതിയിൽ ഭംഗലേൽപ്പിച്ചു. പക്ഷേ പ്രചാരണ പരിപാടികളുടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ കിട്ടിയ 34 സീറ്റുകൾക്ക് മുകളിലേക്ക് BJPയുടെ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ കഴിയും, അതേപോലെ ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് PV രാജേഷ് അടക്കമുള്ളവർ തന്നെ പറയുന്നത് ഈ ഭരണം കിട്ടി 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന് അവർ നടത്താൻ പോകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. മറുവശത്താണെങ്കിൽ UDF-ഉം CPM-ഉം ഒരേപോലെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. UDF-ന്റെ നില അറിയാം. കഴിഞ്ഞ തവണ വെറും 10 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയി. അവർ 2015 21 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് താഴോട്ട് വെറും 10 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു UDF. അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് അതിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കാനായിരുന്നു UDF ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് മുൻ MLA ആയിട്ടുള്ള K ശബരിനാഥിനെ തന്നെ അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതിനിടയിൽ ഈ മുട്ടട വാർഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തുടനീളം ചർച്ച ചെയ്തത് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു മുട്ടട വാർഡിൽ. പക്ഷേ അതൊക്കെ തന്നെ കോടതി വിധിയിലൂടെയൊക്കെ തിരിച്ചവിടെ എത്തുകയും സ്ഥാനാർത്ഥിയാവാനൊക്കെ കഴിയുകയും ചെയ്തു. LDF ആണെങ്കിൽ 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ 3 മുന്നണികളും അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തുന്ന ജില്ലയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ റോഡ് ഷോയ്ക്ക് പോയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് ഇവിടെയാണ് കുട്ടിക്കലാശം നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഏതെങ്കിലും കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ കുട്ടിക്കലാശമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വാർഡുകളിലും ഈ കുട്ടിക്കലാശം നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ അടിസ്ഥാനത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോർപ്പറേഷനിൽ ഒന്നാണ്. അപ്പം ആ രീതിയിൽ വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് മുന്നണികളുടെയും നീക്കം. 3 മുന്നണികളും ഒരേപോലെ ഒരുങ്ങിയിരിക്കുന്നു കൊട്ടിക്കലാശത്തിനായി എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് സനൂപും വിജിനും പറയുന്നത്. ഇനി